ബ്രയാൻ ചാൾസ് ലാറ കരീബിയൻ ക്രിക്കറ്റിനെ തന്റെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ഉന്നതികളിലേക്ക് എത്തിച്ച ഇതിഹാസ താരം ബ്രയാൻ ലാറ വിരമിച്ചിട്ട് ഏതാണ്ട് 17 വർഷമായി. 90 ഡിസംബറിൽ പാകിസ്ഥാനെതിരെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം തന്റെ പേരിൽ എഴുതി തീർത്ത റെക്കോർഡുകൾ അനവധിയാണ്. 2007 ഏപ്രിൽ 21 ഇംഗ്ലണ്ടിനെതിരെ തന്റെ അവസാന ഏകദിനം കളിക്കുമ്പോൾ അന്ന് അന്ത്യമായത് കരീബിയൻ ക്രിക്കറ്റിലെ ഒരു യുഗത്തിന് തന്നെയായിരുന്നു. ലാറയെക്കുറിച്ച് പറയുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് എന്നത് അത് ലാറയുടെ ഒരു മനയായിരുന്നു. ആ ഇന്നിങ്സ് കാണാനിരിക്കുന്നവരെ മറ്റൊരു ഭ്രമയുഗത്തിലേക്ക് കൊണ്ടുപോകാൻ പര്യാപ്തമായിരുന്നു ലാറയുടെ മനോഹരമായ ആ ബാറ്റിംഗ്. ലാറ അടയാളപ്പെടുത്തപ്പെട്ട ഒരു ഇന്നിങ്സ് ഉണ്ട്. 27 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത്. സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും ഏറ്റുമുട്ടുകയാണ്. മെക്ഡർമോട്ടും മെർഹ്യൂസും ഷെയ്ൻ വോണും എല്ലാം ഉൾപ്പെട്ട ഓസീസിന്റെ ശക്തമായ ബോളിംഗ് നിരയായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ ബോളിംഗ് നിരക്കെതിരെ ബാറ്റ് ചെയ്യാൻ ഒരു ഇടംകയ്യൻ ബാറ്റ്സ്മാൻ അന്ന് ക്രീസിലെത്തുന്നു. 5ാമത്തെ മാത്രം ടെസ്റ്റ് കളിക്കുന്ന അവനന്ന് 23 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ മനുഷ്യൻ, ആ 23കാരൻ പക്ഷേ അന്നൊരു മാന്ത്രികനായിരുന്നു. ആ മാന്ത്രികന്റെ ജാലവിദ്യകൾ മണിക്കൂറുകളോളം നീളുന്നു. ആ സമയത്ത് 277 റൺസ് എടുത്ത് റൺഔട്ട് ആവുകയായിരുന്നു അന്നയാൾ. അന്നു മുതൽ ക്രിക്കറ്റ് ലോകം ആദരവോടെ മാത്രമേ ആ പേർ വിളിച്ചിട്ടുള്ളൂ, ബ്രയാൻ ചാൾസ് ലാറ. ആ ചടുലതയാർന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ബോളിംഗ് നിരക്കെതിരെ നേടിയ 277 റൺസ്. അന്നയാൾ ക്രിക്കറ്റിന്റെ അടുത്ത രാജാവായി പട്ടാഭിഷേകം ചെയ്യുകയായിരുന്നു. ലാറ ഞങ്ങൾക്കെതിരെ 277 റൺസ് നേടിയ കളിയിൽ അയാൾ റൺഔട്ട് ആയത് ഭാഗ്യം. അല്ലെങ്കിൽ ഇന്നും ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ഒരുപക്ഷെ ലാറ സിഡ്നിയിൽ ഇപ്പോഴും ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നേനെ എന്നാണ് 2015 ലോകകപ്പ് സമയത്ത് ഷൈൻ വോൺ തമാശയായി ആ ലാറ ഇന്നിങ്സ് ഓർത്തുകൊണ്ട് പറഞ്ഞത്. ബ്രയാൻ ലാറയുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 17 വർഷങ്ങൾ ചടുലമായ ഫുട് വർക്കുകൾ കൊണ്ടും നയാനന്ദകരമായ ബാറ്റിംഗ് കൊണ്ടും ആരാധക ഹൃദയങ്ങൾ കീഴടക്കിയ അദ്ദേഹം ടെസ്റ്റിൽ 131 മാച്ചുകളിൽ നിന്നായി 52.88 ആവറേജിൽ 11,953 റൺസും 299 ഏകദിനങ്ങളിൽ നിന്നും 10,405 റൺസും നേടിയിട്ടുണ്ട്. ഇതിൽ 2004 ഇംഗ്ലണ്ടിനെതിരെ ആന്റിഗ്വയിൽ നടന്ന ആ ടെസ്റ്റിൽ നേടിയ ഏറ്റവും ഉയർന്ന സ്കോറായ 400 നോട്ട് ഔട്ട് ഇന്നും ഈ കാലത്തും ആർക്കും മറികടക്കാനാവാത്ത റെക്കോർഡായി നിലനിൽക്കുന്നുണ്ട്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 94 അദ്ദേഹം നേടിയ ഒരു ഇന്നിംഗ്സിലെ 501 റൺസും ഇന്നും തിരുത്തപ്പെടാതെ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, കാശ് മുടക്കി സ്റ്റേഡിയത്തിൽ ചെന്ന് കാണേണ്ട തരം ബാറ്റിംഗ് എന്ന് ചുരുക്കം ചില താരങ്ങളെക്കുറിച്ച് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അങ്ങനെ ഒരു എന്റർടൈനർ ആയിരുന്നു ബ്രയാൻ ലാറ. ആ ബാറ്റിൽ നിന്നും കലിപ്സോ സംഗീതം പൊഴിച്ചിരുന്നു നിർലോഭം. ലാറ ബാറ്റിംഗിന് ഇറങ്ങുമ്പോൾ ഇന്നിംഗ്സിന്റെ തുടക്കം നമുക്കറിയാം അല്പസ്വല്പം പരിഭ്രാന്തിയോടെ ആയിട്ടായിരിക്കും ലാറ ക്രീസിലെത്തുക. പക്ഷേ നിലയുറപ്പിച്ചാൽ ഓരോ പന്തിനും ചുരുങ്ങിയത് ഒരു 2-3 ഷോട്ടുകളെങ്കിലും ലാറയുടെ കൈവശം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പാണ്. നല്ല പന്തുകൾ പോലും ചിലപ്പോൾ ആ സമയത്ത് ലാറ ഫോമിലെത്തിയാൽ വേലിക്കെട്ടിലേക്ക് പറക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്, എത്രയോ വട്ടം കണ്ടിട്ടുണ്ട്. ഒരു ഓവറിൽ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിന്റെ റെക്കോർഡ് ഏറെക്കാലം ബ്രയാൻ ലാറയ്ക്കൊപ്പമായിരുന്നു എന്നത് ഇന്നും നമ്മളെ വിഭ്രമിപ്പിക്കും, വിസ്മയിപ്പിക്കും. ലാറയുടെ 400 റൺസ് അത് ഇന്നും ഒരു അത്ഭുതമാണ്. ബാറ്റിംഗ് അനുകൂലമായ പിച്ചിൽ 3 ദിവസവും 13 മണിക്കൂറും ചെലവഴിച്ച് ലാറ 400 റൺസ് നേടുകയായിരുന്നു അന്ന്. ആദ്യ ദിനം 86 നോട്ട് ഔട്ട്, 2ാം ദിനം 313 നോട്ട് ഔട്ട്, 3ാം ദിനം 401 നോട്ട് ഔട്ട്, 582 പന്തുകൾ നേരിട്ടുള്ള ലാറയുടെ ആ റെക്കോർഡ് ഇന്നിംഗ്സ്. 94 ഇംഗ്ലണ്ടിനെതിരെ ലാറ സ്ഥാപിച്ച 375 എന്ന റെക്കോർഡ് 2003 ഓസ്ട്രേലിയയുടെ മാത്യു ഹെയ്ഡൻ തകർത്തിരുന്നു, 380 റൺസ് വേഴ്സസ് സിംബാബ്വെ. എന്നാൽ അധികം താമസിയാതെ ലാറ തന്റെ റെക്കോർഡിംഗ് തിരിച്ചു പിടിക്കുകയായിരുന്നു. തന്റെ സാമ്രാജ്യം തിരിച്ചു പിടിച്ച പ്രതീതിയായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. ഇത്തവണയും ഇംഗ്ലണ്ട് തന്നെയായിരുന്നു എതിരാളി. മാസങ്ങൾക്കകം തന്നെയാണ് ലാറ ആ ഒരു റെക്കോർഡ് തിരിച്ചു പിടിച്ചത്. ആന്റിഗ്വയിലെ സെന്റ് ജോൺസ് മൈതാനത്ത് ഇംഗ്ലീഷ് ബോളർമാരുടെ ആത്മവീര്യം തല്ലിക്കെടുത്തിക്കൊണ്ടായിരുന്നു ലാറ ആ റൺസ് മലതീർത്തത്. 43 ബൗണ്ടറികൾ, 4 സിക്സറുകൾ. 2004 ഇംഗ്ലണ്ടിന്റെ കരീബിയൻ പര്യടനത്തിലെ 4ാം ടെസ്റ്റിലായിരുന്നു അന്ന് ലാറ വിശ്വരൂപം പുറത്തെടുത്തത്. മാത്യു ഹോഗാർഡും സ്റ്റീവ് ഹാർമിസണും ആൻഡ്രൂ ഫ്ലിൻഡോഫും സൈമൺ ജോൺസും എല്ലാം ലാറക്ക് മുന്നിൽ അന്ന് പന്തെറിഞ്ഞ് തളരുകയായിരുന്നു. ലാറയുടെ ഉജ്ജ്വല പ്രകടനത്തിനൊപ്പം റിഡ്ലി ജേക്കബ്സിന്റെ സെഞ്ചുറിയും ക്രിസ് ഗെയിലിന്റെയും രാംനരേഷ് സർവന്റെയും അർദ്ധ സെഞ്ചുറികളും അടക്കം 5 വിക്കറ്റ് നഷ്ടത്തിൽ അന്ന് വിൻഡീസ് കുറിച്ചത് 751 റൺസാണ്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇംഗ്ലണ്ടിന് 1ാം ഇന്നിംഗ്സിൽ 285 റൺസാണ് കുറിക്കാനായത്. ഫോളോ ഓണിന് ശേഷം 2ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിന് ഇറങ്ങിയ ഇംഗ്ലണ്ട് മൈക്കൽ വോണിന്റെ സെഞ്ചുറി കരുത്തിൽ അന്ന് മത്സരം ഒരുവിധം സമനിലയാക്കുകയായിരുന്നു. ആ മത്സരം പക്ഷേ ഇന്ന് ഓർമ്മിക്കപ്പെടുന്നത് ലാറയുടെ ഈ മാമോത്ത് റൺ മല കൊണ്ട് തന്നെയാണ്. അപ്പോൾ 2004 സ്ഥാപിക്കപ്പെട്ട ആ 400 നോട്ട് ഔട്ട് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഇന്നും അത് തകർക്കപ്പെടാത്ത റെക്കോർഡാണ്. ഒരു ലോക റെക്കോർഡ് 2 തവണ മറികടന്ന ഏക കളിക്കാരൻ എന്ന് പറയാം ലാറയെ. 2007 സ്വന്തം മണ്ണിൽ ലോകകപ്പ് വിരുന്നിനെത്തിയപ്പോൾ വെറുതെയാണെങ്കിലും കരീബിയൻ ജനത തങ്ങളുടെ രാജാവിന് വേണ്ടി കുറെ ലോകകപ്പ് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ഇത്തവണ ലാറ കപ്പടിക്കുമെന്ന സ്വപ്നങ്ങൾ. എന്നാൽ അപ്പോഴേക്കും 70കളിലെയും 80കളിലെയും പ്രതാപത്തിന്റെ നിഴൽ മാത്രമായിരുന്നു കരീബിയൻ കരുത്തിന്. ശുഷ്കമായ ആ ടീമിനെയും വെച്ച് രാജാവ് എന്ത് ചെയ്യാനാണ്? ലോകകപ്പ് ജയിക്കാതെ അന്ന് ബ്രയാൻ ചാൾസ് ലാറ പടിയിറങ്ങുകയായിരുന്നു.
എങ്കിലും ലാറ നമുക്ക് സമ്മാനിച്ച ആ മാന്ത്രിക നിമിഷങ്ങൾ, ആ മാന്ത്രിക മുഹൂർത്തങ്ങൾ, അദ്ദേഹം നേടിയ റൺസുകൾ, അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ടെക്നിക്കുകൾ, അദ്ദേഹത്തിന്റെ ഓരോ റൺസും ഇപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. ഒരേ ഒരു ബ്രയാൻ ചാൾസ് ലാറ.